നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അർജന്റീനക്കാരൻ കോച്ച് യുവാൻ പാബ്ലോ വൈവോഡയെ സാക്ക് ചെയ്ത സാന്റോസ് ഇതാ പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പഴയ കോച്ച്, പുതിയ കോച്ച്. അതായത് നേരത്തെ സാന്റോസിനെ 3 തവണ പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ് ഇപ്പോൾ വരുന്ന ഈ പുതിയ കോച്ച്. അതാ പറഞ്ഞ പുതിയ കോച്ചോ പഴയ കോച്ചോ, പഴയൊരു കേസിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നയാളെ വീണ്ടും സാന്റോസ് കോച്ചാക്കി വെച്ചതിനെതിരെ എന്തായാലും പ്രതിഷേധം ഉയരുന്നുണ്ട്. ആ കേസിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് സാന്റോസിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അവർ കുക്ക, അതായത് കോച്ചിൻ്റെ പേരാണ്, അയാളുടെ ശരിക്കുള്ള പേര് അലക്സിസ് ടിവാൽ എന്നാണ്, വിളിപ്പേരാണ് കുക്കയെ കോച്ചാക്കിയിരിക്കുകയാണ്. പുതിയ മാനേജർ ഈ സീസൺ അവസാനം വരെ 2026 അവസാനം വരെ ടീമിൻ്റെ കോച്ചായിട്ടുണ്ടാകും. നേരത്തെ ഇദ്ദേഹം ടീമിനെ 3 തവണ പരിശീലിപ്പിച്ചിട്ടുണ്ട്. 2008-ലും 2018-ലും പിന്നെ 2020-21 സീസണിലും. ഇതാണ് സാന്റോസിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ഇനി കേസ് എന്താണെന്ന് വെച്ചാൽ 1987 കുക്ക ഒരു മൈനർ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കേസാണ്. 13 വയസ്സാണ് ആ പെൺകുട്ടിക്കുണ്ടായിരുന്നത് എന്നാണ് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത്. അന്ന് അയാളെ കുറ്റവാളിയായിട്ട് കണ്ടെത്തി അവിടുത്തെ കോടതി. എന്നാൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യം വിടുകയാണ് അയാൾ ചെയ്തത്. ബ്രസീലും സ്വിറ്റ്സർലൻഡും തമ്മിൽ അന്നൊന്നും ഈ കുറ്റവാളികളെ കൈമാറുന്ന സംഗതി ഇല്ലാത്തതുകൊണ്ട് അയാൾ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കാതെ ഇങ്ങനെ സ്വതന്ത്രനായിട്ട് നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിശദമായിട്ട് ESPN ഒക്കെ നേരത്തെ ഇയാൾ കൊറിന്ത്യൻസിൻ്റെ കോച്ചായി വന്ന സമയത്ത് വലിയ വിവാദം ബ്രസീലിലുണ്ടായപ്പോൾ ഉള്ള റിപ്പോർട്ടുകളിലൊക്കെ ESPN FC ഒക്കെ വിശദമായിട്ട് തന്നെ ഈ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കുക്ക അന്ന് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു 15 മാസത്തെ ഇംപ്രിസൺമെൻറ്റിന്. അതിൽ പറഞ്ഞത് ഈ മൈനർ പെൺകുട്ടിയുമായിട്ട് സെക്ഷലി എൻഗേജ് ചെയ്തു എന്നുള്ളതാണ്. ഇയാളത് ഡിനൈ ചെയ്തെങ്കിലും പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളും സ്വിസ് മാധ്യമങ്ങളും ഒക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് പെൺകുട്ടിയിൽ നിന്ന് ഇയാളുടെ സ്രവം കണ്ടെത്തുകയൊക്കെ ചെയ്തു എന്നാണ് അന്നത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഏതായാലും എന്നിട്ടും ഇയാളെ പിന്നെ കോച്ചാക്കി വെച്ചു. അന്ന് കൊറിന്ത്യൻസിൻ്റെ കോച്ചായ സമയത്ത് കൊറിന്ത്യൻസിൻ്റെ വിമൻസ് ടീമും അവരുടെ കോച്ചുമൊക്കെ പബ്ലിക്കലി സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അതിനു മുമ്പ് ഇയാൾ വേറൊരു ടീമിൻ്റെ അത്ലറ്റിക്കോ മിനേറോയുടെ കോച്ചായ സമയത്ത് വലിയ രൂപത്തിൽ ഫാൻസ് പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ഒടുവിൽ അവിടെ പരിശീലക സ്ഥാനം ഉപേക്ഷിച്ച് പോവേണ്ടി വന്നിരുന്നു. ഇയാൾ ഒരുപാട് ക്ലബ്ബുകൾ, അതായത് ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഒരു മത്സരം കളിച്ചിട്ടുള്ള ആളാണ്. പിന്നെ കോച്ചായിട്ട് നിരവധി ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, സാന്റോസിനെ തന്നെ 3 തവണ പരിശീലിപ്പിച്ചത് 4ാം തവണയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ബ്രസീലിലെ വമ്പൻ ക്ലബ്ബുകളെയൊക്കെ അയാൾ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അത്ലറ്റിക്കോ മിനൈറോ, അത്ലറ്റിക്കോ പാരനീസ്, കൊറിന്ത്യൻസിലുള്ളപ്പോൾ ഉള്ള സംഭവമാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ച് പറഞ്ഞത്. അത്ലറ്റിക്കോ മിനേറോയെ തന്നെ അതിന് മുമ്പ് 2 തവണ പരിശീലിപ്പിച്ചിട്ടുണ്ട്, 2-3 തവണ പരിശീലിപ്പിച്ചിട്ടുണ്ട്. സാവോ പോളോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, പാൽമിറാസിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, ഫ്ലമിംഗോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്, ബൂട്ടാഫാഗയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഗ്രമിയോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ബ്രസീലിലെ വമ്പൻ ക്ലബ്ബുകളൊക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ് അയാൾ. പക്ഷേ ഇങ്ങനെ ഒരു കോടതി വിധിയുള്ള ആളാണെന്ന് ഓർക്കണം. അങ്ങനെ ഒരാൾ വീണ്ടും ഇതാ സാന്റോസ് കോച്ചാക്കി വെച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.